നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ ഇന്ന് അൽ നസർ കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ ദമാക്കാണ്. അൽ നസറിൻ്റെ മൈതാനത്ത് റിയാദിൽ അല്ലവാൽ പാർക്കിൽ ഇന്ത്യൻ സമയം രാത്രി 8:10 മത്സരം ആരംഭിക്കുക. നമുക്കറിയാം, ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ അൽ നസർ ഉള്ളത് 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്തുള്ളത് അൽ ഇത്തിഹാദാണ്. 11 കളികളിൽ നിന്ന് 30 പോയിൻറ്റുമായിട്ട് അൽ ഇത്തിഹാദ് ഒന്നാമത് നിൽക്കുമ്പോൾ 11 കളികളിൽ നിന്ന് 28 പോയിൻ്റുള്ള അൽ ഹിലാൽ രണ്ടാമതാണ്. 11 കളികളിൽ നിന്ന് 22 പോയിൻ്റാണ് അൽ നസറിന്. അൽ നസർ മൂന്നാമതാണ്. സോ ഇനി പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണ് കിരീടമോഹങ്ങൾ പൂർണ്ണമായും കൈവിടാതിരിക്കാൻ അൽ നസറിന് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിലൊരു വിജയം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അൽ നസറിൻ്റെ 11 ആരൊക്കെ ഉണ്ടാകും? ഇപ്പോൾ സൗദി അറേബ്യൻ സോഴ്സുകൾ നൽകുന്ന വിവരപ്രകാരം ഗോൾ കീപ്പറായിട്ട് ബെൻഡോ തന്നെ തുടരും. ഡിഫൻസിൽ ലജാമിയും സിബാക്കനും ഒരുമിച്ചിറങ്ങാൻ സാധ്യത. ഇരു പാർശ്വങ്ങളിലായിട്ട് ബൗഷലും സുൽത്താനും ഉണ്ടാകും. മധ്യനിരയിൽ ഒറ്റാവിയോ, ബ്രസോവിച്ച് എന്നിവരുണ്ടാകും. മുന്നേറ്റങ്ങളെ സഹായിക്കാൻ വേണ്ടി ടാലിസ്കെ ഉണ്ടാകും. ഒരുപക്ഷെ നമ്പർ 10 റോളിലൊക്കെ ആയിരിക്കാം ടാലിസ്കെ ഉണ്ടാവുക. ഇരു പാർശ്വങ്ങളിലായിട്ട് മാനയും ഏഞ്ചലോയും ഉണ്ടാകും. ഏഞ്ചലോ ഇപ്പോൾ കഴിഞ്ഞ AFC ചാമ്പ്യൻസ് ലീഗിൽ പൊളിച്ചടുക്കിയ പ്രകടനമാണ് നടത്തിയിരുന്നത്. അദ്ദേഹത്തോടൊപ്പം മുന്നേറ്റങ്ങളിൽ ചുക്കാൻ പിടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. സോ മാനെ, ഏഞ്ചലോ എന്നിവർ ഇരു പാർശ്വങ്ങളിലും സ്ട്രൈക്കറുടെ റോളിൽ CR7. ഇതായിരിക്കും അൽ നസറിൻ്റെ മുന്നേറ്റം എന്നുമാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ബാക്കി കാര്യങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റുകയുള്ളല്ലോ. ഏതായാലും CR7 ഇപ്പോൾ കഴിഞ്ഞ AFC ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ മിന്നും പ്രകടനമാണ് നടത്തിയത്. CR7ഉം ഏഞ്ചലോയും ചേർന്നുള്ള ഒരു ഷോയാണ് അന്നുണ്ടായത്. അത് ഇന്നും കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.